ഊട്ടിയിലാണ് ഫ്ലവർ ഷോ. 128ാമത്തെ ഫ്ലവർ ഷോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, അറിയാലോ. ഈ ഫ്ലവർ ഷോ മുഖ്യമന്ത്രി പുതുതായി വന്ന വിജയിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത് തന്നെയാണ്. ഞാനിതിനോടകം 10-12 ഫ്ലവർ ഷോകൾ അടുപ്പിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഫ്ലവർ കൊണ്ടുള്ള മായാജാലങ്ങൾ, കൊട്ടാരങ്ങൾ, അതുപോലെ സ്റ്റാച്ചുകൾ ഒക്കെ, തിരുവല്ലൂരിൻ്റെ പ്രതിമ എല്ലാം അവിടെയുണ്ട്. എല്ലാം പൂക്കളിലാണ്. അതിരാവിലെയാണ് ഞാൻ അവിടെ ചെന്നത്. 7 മണി മുതൽ നമുക്ക് ടിക്കറ്റ് ലഭ്യമാകും. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം ഒന്ന് പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര രാവിലെ അവിടെ പോയത്. പൂക്കളുടെ കാര്യത്തിൽ കുറവുകളൊന്നുമില്ല, പക്ഷേ ഇതുപോലുള്ള ലില്ലി കൂടുതലായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. റോസ് അല്പം കുറവായിട്ടുണ്ട്. ഇത് പല വെറൈറ്റി ഉണ്ട്. വൈറ്റ്, റോസ്, പിങ്ക് എല്ലാം ഉണ്ട്. പക്ഷേ ഈ ആന്തോറിയവും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഐറ്റം ഇതും സീനിയയും ഡാലിയയുമാണ്. ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അറേഞ്ച്മെൻറ്റുകൾ ഇപ്രാവശ്യം പഴയതുപോലെ തന്നെയാണെങ്കിലും ഫ്ലവറുകൾ വെച്ചിരിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്, നമുക്ക് നന്നായി ആകർഷിക്കുന്ന രീതിയിലാണ്. സീനിയ, ഡാലിയ ധാരാളമായി ഇങ്ങനെ പൂത്തുലഞ്ഞ് നമ്മൾ ആകർഷിക്കുന്ന രീതിയിൽ ചുറ്റുപാടുമുണ്ട്. ഗാർഡന് ചുറ്റും ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, 28ാം തീയതി, അതായത് മെയ് മാസം 28ാം തീയതിയാണ് ഇതിൻ്റെ ഫ്ലവർ ഷോയുടെ അവസാന ദിവസമായിട്ട് വരിക. രാവിലെ 7 മണി മുതൽ അവിടെ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. 125 രൂപയാണ്. നമ്മൾ മുതിർന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് കൺസെഷൻ ഉണ്ട്. ക്യാമറ ഉപയോഗിക്കുമ്പോൾ ഇത്തിരി പൈസ അധികമായി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പെറ്റൂണയും അതുപോലെ നാടൻ പൂക്കളും എല്ലാം ധാരാളമായിട്ടുണ്ട്. വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ 128